എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു പ്രോബ്ലം ഉണ്ടല്ലോ നമ്മുടെ ഈ സൊസൈറ്റിയിൽ, ഡിവോഴ്സ് എന്നുള്ള ഒരു കോമൺ ആയി കഴിഞ്ഞു. നമുക്ക് ഡിവോഴ്സ് എടുക്കുന്നവരുടെ, ഡിവോഴ്സ് ആവുന്നവരുടെ, ഇത് വളരെയധികം ഹാപ്പി ആയിട്ട് എൻജോയ്മെന്റോട് കൂടിയിട്ട് ലക്ഷറിയസ് ആയിട്ട് നടത്തുന്ന ഒരു ഫംഗ്ഷനാണ് ശരിക്കും മാരേജ് എന്ന് പറയുന്നത്. വളരെയധികം സാമ്പത്തികം ഉള്ളവരും ഇല്ലാത്തവരൊക്കെ അവരുടെ മാക്സിമം ചെയ്തുകൊണ്ടാണ് ഈ ഒരു മാരേജ് എന്നുള്ള ഒരു ഫംഗ്ഷനെ കാണുന്നത്. വളരെ നല്ല വസ്ത്രങ്ങൾ ധരിച്ചിട്ടും നല്ല എൻജോയ്മെന്റോട് കൂടി നല്ല ഹാപ്പി ആയിട്ടും നമ്മുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സും എല്ലാവരും കൂടിയിട്ട് ശരിക്കും ഒരു ആഘോഷം തന്നെയാണ് നമ്മുടെ ഈ മാരേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ. പക്ഷെ ആ മാരേജിന് ശേഷം പിന്നെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ചിലപ്പോൾ 1 മാസം 2 മാസം 3 മാസം ഒരു 6 മാസമൊക്കെ കഴിയുമ്പോഴേക്കും അവർ ഡിവോഴ്സ് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ ഡിവോഴ്സ് ചെയ്യാൻ പോവാണ് എന്നുള്ളൊരു വാർത്തയൊക്കെ ആയിരിക്കും നമ്മൾ കേൾക്കുക. നമ്മുടെ നല്ല അടുത്ത സുഹൃത്തുക്കളെ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിന്റെ, നമ്മുടെ അത്രയും ക്ലോസ് ഫ്രണ്ട്സിന്റെ ഒക്കെ ആയിരിക്കും ഇങ്ങനെ കേൾക്കുന്നത്. അതിന് പല കാരണങ്ങളും നമുക്ക് എടുക്കാനുണ്ടായിരിക്കും നമ്മുടെ ഒരു ആഫ്റ്റർ മാരേജ് എന്നുള്ളതായിരിക്കും. കാരണം അവരുടെ വീട്ടിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്തതുകൊണ്ടോ, അല്ലെങ്കിൽ വീട്ടിലുള്ളവരുടെ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ടോ, അണ്ടർസ്റ്റാൻഡിങ് ഇല്ലായ്മ വരുന്നതോ, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും അതേപോലെ ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, നല്ലൊരു റിലേഷൻഷിപ്പ് ഈ നവദമ്പതികൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാതെ, നല്ലൊരു റിലേഷൻഷിപ്പ് അവർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രോബ്ലംസും, നല്ലൊരു സെക്ഷൽ റിലേഷൻഷിപ്പ് കൃത്യമായിട്ട് കിട്ടാത്തത് കൊണ്ടും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് കാരണങ്ങളായിരിക്കും ഈ ഒരു ഡിവോഴ്സ് എന്നുള്ള ഒരു സെക്ഷനിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിലേക്ക് പോകുന്നത്. ഇപ്പൊ നമുക്ക് കോമൺ ആയിട്ട് അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ ഡിവോഴ്സ് ചെയ്യുന്നു. പക്ഷെ ഡിവോഴ്സ് വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ഡിവോഴ്സ് എടുക്കേണ്ട ഒരു സാഹചര്യമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡിവോഴ്സ് തന്നെയാണ് ചൂസ് ചെയ്യേണ്ടത്. കാരണം ഇപ്പൊ അതിനുള്ള കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളും നിയമങ്ങളും എല്ലാതും ഉണ്ട്. വളരെയധികം ബുദ്ധിമുട്ടാണ്, ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡിവോഴ്സ് ചൂസ് ചെയ്യുക തന്നെ വേണം. അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ എടുക്കുക തന്നെ വേണം. അതേപോലെ ആ ഡിവോഴ്സ് എന്നുള്ള നിലയ്ക്ക് എത്താതിരിക്കാനുള്ള വഴികൾ നമ്മൾ എടുക്കേണ്ടതുണ്ട്. നല്ലൊരു മാരേജ് ലൈഫ് നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ട് വരുന്ന ഈ ഒരു മാരേജിന് ശേഷം ആഫ്റ്റർ മാരേജ് നമുക്ക് ഒരു നല്ല കൃത്യമായിട്ടുള്ള ഒരു ഹാപ്പിനെസ് കിട്ടാത്ത വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതെല്ലാം സോൾവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമുക്കത് അത്തരം സാഹചര്യത്തിലേക്ക് പോവാതിരിക്കാനാണ് നമ്മൾ കൂടുതൽ ശ്രമിക്കേണ്ടത്. കാരണം കല്യാണത്തിന് മുന്നേ, ആ ഒരു വിവാഹം എന്നുള്ള ലെവലിലേക്ക് എത്തുന്നതിന് മുന്നേ നമ്മളിത് മനസ്സിലാക്കുന്നത് 2 വ്യക്തികളാണ് ഈ ഒരു മാരേജിലേക്ക് വരുന്നത്. അല്ലാതെ ഇപ്പൊ പക്ഷെ നമുക്ക് ആദ്യം തെരഞ്ഞെടുക്കുന്നത് ജാതി, മതം, സോഷ്യൽ സ്റ്റാറ്റസ്, ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളാണ് ഇതിന്റെ ആദ്യഘട്ടത്തില് നമ്മൾ കാണുന്നത്. അതിനുശേഷമാണ് ഈ വ്യക്തികൾ വരുന്നത്, ഈ 2 വ്യക്തികൾ വരുന്നത്. ഈ കല്യാണത്തിന് ശേഷം ഈ 2 വ്യക്തികൾക്ക് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ ആ വ്യക്തികൾ തമ്മിലുള്ള ഒരു വ്യക്തിത്വം പുറത്തേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ആ വ്യക്തികൾ തമ്മിലുള്ള ഒരു വ്യക്തിത്വത്തിന്റെ അണ്ടർസ്റ്റാൻഡിങ് കുറയുമ്പോഴാണ് ഈ ഡിവോഴ്സ് എന്നുള്ള നിലയ്ക്ക് എത്തുന്നത്. കൃത്യമായിട്ടുള്ള ഒരു വ്യക്തികളാണ് ആ 2 വ്യക്തികളും ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. എനിക്ക് എന്താണ് വേണ്ടത്, എനിക്ക് എന്താണ് എന്റെ ഇഷ്ടം, എന്റെ അനിഷ്ടങ്ങൾ എന്താണെന്ന് നമ്മുടെ പാർട്ട്ണറോട് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുകയും, അല്ലെങ്കിൽ അല്ലാതെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നിടത്താണ് ഈ ഒരു ഹാപ്പി ലൈഫിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ പറ്റുന്നത്. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ നമുക്ക് തീരുമാനിക്കാം മാരേജ് ചെയ്യണോ വേണ്ടയോ, അല്ലെങ്കിൽ ലിവിങ് ടുഗദർ ആയിട്ട് ജീവിക്കണോ, അല്ലെങ്കിൽ നല്ല റെസ്റ്റ് ചെയ്തുകൊണ്ട് ഹാപ്പി ലൈഫിലേക്ക് മുന്നോട്ട് പോയാൽ മതിയോ എന്നൊക്കെ തീരുമാനം എടുക്കുന്നത് കൃത്യമായിട്ട് നമ്മൾ ഈ പാർട്ട്ണർ ആവാൻ പോകുന്ന വ്യക്തി, അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആ ഒരു വിവാഹം എന്നുള്ള ആ ഒരു സിസ്റ്റത്തിലേക്ക് പോകേണ്ടത്. നമ്മുടെ 2 പേരുടെയും വ്യക്തി ജീവിതം, കാഴ്ചപ്പാടുകൾ, വാല്യൂ സിസ്റ്റം, ഇതെല്ലാം മനസ്സിലാക്കണം. എന്റെ പാർട്ട്ണർക്ക് മറ്റുള്ളവരോടുള്ള വാല്യൂ സിസ്റ്റം എന്താണ്, അല്ലെങ്കിൽ അവരുടെ വാല്യൂ എന്താണ്, ഏതൊക്കെ കാറ്റഗറിയിലുള്ള ആളുകളോട് പെരുമാറുന്ന അവരുടെ രീതികൾ എന്താണ്. ഇപ്പൊ എക്സാമ്പിൾ ആണെങ്കിൽ നമ്മളൊരു തിയേറ്ററിൽ പോയിട്ട് ഇരുന്ന് കഴിഞ്ഞ് ഒരു സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങുകയാണെങ്കിൽ ആ സിനിമയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആ സിനിമയില് വന്നിട്ടുള്ള ക്യാരക്ടറിന്റെ സ്വഭാവം എന്താണ്, അത് ഇഷ്ടപ്പെടുന്ന സ്വഭാവം, ആ ക്യാരക്ടർ ഇഷ്ടപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ അത്തരം സ്വഭാവമുള്ള വ്യക്തികളിലെ നമുക്ക് താല്പര്യമാണോ, ആ സ്വഭാവമാണോ ആ വ്യക്തിക്ക് ഇഷ്ടം എന്നൊക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഒരുമിച്ച് ഒരു സിനിമ കണ്ടാൽ തന്നെ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട് നമുക്കിപ്പോ. അത്തരം സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്
കൃത്യമായി മനസ്സിലാക്കി നമുക്ക് ഈ പാർട്ട്ണറെ നമുക്ക് ലൈഫ് ലോങ് നമുക്ക് പാർട്ട്ണറായിട്ട് പാർട്ട്ണർഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ, അത് ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, എൻ്റെ ലൈഫ് എൻ്റെ കാഴ്ചപ്പാടുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ആ വ്യക്തിക്ക് നമ്മൾ കൂടെ നിൽക്കാൻ പറ്റുന്നതാണോ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വാല്യൂ സിസ്റ്റമായിട്ട് എനിക്ക് കൂടി ചേർന്ന് പോകാൻ പറ്റുന്നതാണോ എന്നൊക്കെയാണ് നമ്മൾ മാരേജിന് മുന്നേ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് തീരുമാനിക്കാൻ നമുക്ക് മാരേജ് വേണോ വേണ്ടയോ അല്ലെങ്കിൽ ലിവിങ് ടുഗദർ ചെയ്യണോ എന്ന് തുടങ്ങിയിട്ട് ഇപ്പോൾ മോഡേൺ ലൈഫിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. പഴയ കാലഘട്ടത്തിൽ നിന്ന് മാറിയിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചെറുപ്പക്കാരെല്ലാവരും. അപ്പോൾ ഡിവോഴ്സ് എന്നുള്ള ലെവലിലേക്ക് വരുന്നതിന് മുന്നേ ഡിവോഴ്സ് ചെയ്യുന്നവർക്ക് ചെയ്യാം, അതല്ല ഡിവോഴ്സ് വേണ്ട, എനിക്ക് ഈ പാർട്ട്ണർ എനിക്ക് ഓക്കെ ആണ്, എനിക്ക് ഇവരോട് ഭയങ്കര സ്നേഹമാണ്, ഇഷ്ടമാണ്, എനിക്ക് ഇവരിനെ വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ പാർട്ട്ണർ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ലൈഫ് ലോങ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്കൊക്കെ ചെറിയ ചെറിയ വ്യത്യാസം, ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അവരുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യാത്ത രീതിയിൽ, അവരുടെ ഈഗോനെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ലൈഫിൽ മാറ്റം വരുത്താൻ പറ്റുന്നത്, ആ മാറ്റം വരുത്താനും ആ മാറ്റം വരുത്തുന്നതിലൂടെ നല്ലൊരു ഹാപ്പി ലൈഫ് നമുക്ക് കിട്ടാനും ഞാൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് ഞാൻ ഇടുന്നത്. ഒരുപാട് ടിപ്സ് എനിക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യാനുണ്ട്. എല്ലാവർക്കും ഹാപ്പി ലൈഫ് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഞാൻ കാണുന്ന ഒരു വാല്യൂ. എല്ലാവരും സൂപ്പറായിട്ട് ഹാപ്പി ലൈഫ് ഉണ്ടായിട്ടിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.